ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അബി. സോ ഗായ്സ്, ഞാൻ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് എന്തിനെക്കുറിച്ചായിരിക്കും വീഡിയോ ഇടുന്നതെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മുടെ ക്രിസ്മസ് എക്സാം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം മൂന്നാമത്തെ എക്സാമാണ് ഇന്നലെ തീർന്നത്, അതായത് കെമിസ്ട്രി. തീർച്ചയായിട്ടും അതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ തന്നെയാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. സോ ഫസ്റ്റത്തെ 2 എക്സാം വലിയ കുഴപ്പമില്ലായിരുന്നു, ലാംഗ്വേജ് അല്ലായിരുന്നു. സോ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കെമിസ്ട്രിയിലോട്ടാണ് നമ്മുടെ സയൻസിൻ്റെ തുടക്കം. സോ അത് തന്നെ ഒരുമാതിരത്തെ എക്സാമായി പോയി എന്നേ ഞാൻ പറയത്തുള്ളൂ. സോ ഗൈസ്, ഇതായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ട്. എൻ്റെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും പേജസ് ഉണ്ട് എന്നാണ് ആദ്യം. എനിക്കൊരു കീറിയ ക്വസ്റ്റ്യൻ പേപ്പറാണ് കിട്ടിയത്, വേറെ കാര്യം. എനിക്ക് മാത്രമേ ഉള്ളൂ തോന്നുന്നു ഒരു കീറിയ ക്വസ്റ്റ്യൻ പേപ്പർ. അവസാനം പേജ് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ വിചാരിച്ച് ഇത്രയും പേജസ് ഇനി ഉണ്ടോ ഇല്ലയെന്നൊക്കെ വിചാരിച്ചപ്പോൾ എടുത്തു നോക്കിയപ്പോഴാണ് അറിയണത് ഇതിൻ്റെ മലയാളം ട്രാൻസ്ലേഷനും കൂടെ ഉണ്ടെന്ന്. അപ്പോൾ പിന്നെ എനിക്ക് സമാധാനമായി. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചല്ലേ കാണുള്ളൂ. അപ്പോൾ പിന്നെ ക്വസ്റ്റ്യൻ എടുത്ത് വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് എൻ്റെ കയ്യിൽ നിൽക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറൊന്നും അല്ല ഇതെന്ന്. അതായത് വന്നിട്ട് ഞാൻ എന്ത് ചെയ്ത്, ആദ്യത്തെ 2 എക്സാമിന് എനിക്ക് നല്ല പനിയും എല്ലാമായിരുന്നു, എങ്കിലും ലാംഗ്വേജ് കൊണ്ട് എഴുതാൻ പറ്റി. അപ്പോൾ ഇന്നലെ വന്നിട്ട് 7 ചാപ്റ്റർ ആണല്ലോ നമുക്കുള്ളത് എക്സാം. ക്രിസ്മസ് എക്സാമിനുണ്ടായിരുന്ന 7 ചാപ്റ്റർ. ഞാൻ പഠിച്ചത് 3 ചാപ്റ്റർ പഠിച്ച്. അതായത് മറ്റേ റിഡോക്സ് പഠിച്ച്. റിഡോക്സിൽ ഞാൻ ബാലൻസ് പഠിച്ച്, പിന്നെ ഇക്വിലിബ്രിയത്തിൻ്റെ ഓരോ pHൻ്റെതും, പിന്നെ മറ്റൊരു സൈക്ലിക് പ്രോസസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പഠിച്ചു. പിന്നെ അതിലെ മെയിൻ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചു. പിന്നെ അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, തെർമോഡൈനാമിക്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, കുറേ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ട്. അതൊന്നും വന്നില്ല, ഞാൻ പഠിച്ചതൊന്നും വന്നില്ല. 3 ചാപ്റ്റർ പഠിച്ച് ആ 3 ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യനും വന്നില്ലെന്നാണ്. അതായത് റിഡോക്സിൻ്റെ ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച ബാലൻസിങ് വന്നില്ല. അത് ടീച്ചർ പറഞ്ഞ് ബാലൻസിങ് ചോദിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിരുന്ന് പഠിച്ച് വന്നില്ല ബാലൻസിങ്. അതുകൊണ്ട് നല്ല ടഫായിരുന്നു എന്നാണ് പറയാൻ. പക്ഷേ ഇത് എടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ഫസ്റ്റത്തെ 5 ഉണ്ടല്ലോ, 4 എഴുതിയാൽ പോരെ. അതിൽ വന്നിട്ട് ആ 4 എനിക്ക് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 4 മാർക്ക് കിട്ടുമെന്ന് ഉറപ്പായി. ഇനി ബാക്കി അങ്ങോട്ടുള്ളത് എനിക്ക് അറിയത്തില്ല. 60 മാർക്സിൻ്റെ എക്സാമാണ്. 2 മണിക്കൂറുണ്ട്. എക്സാം ടഫാണെന്ന് പറഞ്ഞാൽ കൂൾ ഓഫ് ടൈം 15 മിനിറ്റ്. എനിക്ക് കൂൾ ഓഫ് ടൈം മിക്കവാറും ഒരു മണിക്കൂറൊക്കെ കിട്ടി കാണും. കാര്യം എനിക്ക് ടൈം കിട്ടാതെ ഒന്നും വന്നിട്ടില്ല. എനിക്ക് 1 മണിക്കൂർ വരെ കൂൾ ഓഫ് ടൈം കിട്ടിയിട്ടുണ്ട്. അതായത് വല്ലതും അറിയാമെങ്കിലല്ലേ എഴുതാൻ പറ്റുള്ളൂ. ഇതൊരുമാതിരത്തെ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു എഴുതാനായിട്ട്. അതായത് കുറേയൊക്കെ ചോദിച്ചത് ഫസ്റ്റ് ടേമിൽ നിന്ന് തന്നെയാണ്. ഇത് കുറേയൊക്കെ ചോദിച്ചു, സ്റ്റേറ്റ് ദ മോഡേൺ പീരിയോഡിക് ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ടേമിൽ നിന്നാണ് ചോദിച്ചത്. ഞാൻ അതൊന്നും പഠിച്ചില്ല. ഞാൻ ജസ്റ്റ് വായിച്ച് വെച്ച് അതിലെ മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയിട്ട്, അതായത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ എടുത്ത് പഠിച്ച് അതിൽ നിന്നൊന്നും പോലും വന്നില്ല. അതാണ് എൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുകയാണെങ്കിൽ പബ്ലിക് എക്സാം എങ്ങനെ എഴുതുമെന്ന് ഞാൻ ആ എക്സാം ഹാളിൽ ഇരുന്ന് ചിന്തിച്ചായിരുന്നു. ക്രിസ്മസ് എക്സാം ടഫായ പബ്ലിക് എക്സാം എളുപ്പമായിരിക്കില്ല എന്നുള്ള ചിന്ത ഇപ്പോൾ വന്നു കഴിഞ്ഞു. അതായത് മെയിനായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് നോക്കിയിട്ട് കാര്യമില്ലെന്ന് ഇപ്പോൾ മനസ്സിലായി. സംഭവം ഞാൻ അതിൽ വന്നിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും ചാപ്റ്ററിൽ നിന്നെല്ലാം നോക്കിയാണ്, പക്ഷെ അതിൽ നിന്ന് ഒന്നുപോലും വന്നില്ലെന്നാണ്. പിന്നെ എനിക്ക് ചില ക്വസ്റ്റ്യൻസൊക്കെ അറിയാവുന്നതുകൊണ്ട് എങ്ങനെയൊക്കെയോ ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ച്. ഇത് IUPAC സിംബൽ ഓഫ് ആൻ എലമെൻറ്റ് വിത്ത് അറ്റോമിക് നമ്പർ 119 അത് ഞാൻ എഴുതിയില്ല. അതെനിക്ക് എന്തെന്ന് പോലും അറിയത്തില്ലായിരുന്നു. അത് ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം, എല്ലാ ചാപ്റ്ററിൽ നിന്ന് ആദ്യം തൊട്ട് അവസാനം വരെ ഒന്നും വിടാതെ പഠിക്കുന്നവർക്ക് എഴുതാൻ പറ്റും. പക്ഷെ ഞാനങ്ങനെ അല്ലല്ലോ. അതായത് സമയമില്ലായിരുന്നു. കെമിസ്ട്രി പഠിക്കാൻ സമയമില്ലായിരുന്നു. ഒരു രാത്രി കൊണ്ടാണ് പഠിക്കാനുള്ളത്. നേരത്തെ പഠിച്ചാൽ എളുപ്പമാണ്, അതെല്ലാവർക്കും അറിയാം. അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. പക്ഷെ റിവൈസ് ചെയ്യാനുള്ള സമയം വേണ്ടേ? റിവൈസ് ചെയ്യണമെങ്കിൽ തന്നെ ടെക്സ്റ്റ് മൊത്തം റിവൈസ് ചെയ്യണ്ടേ? ഒരു ടെക്സ്റ്റ് ഉണ്ട് റിവൈസ് ചെയ്യാൻ, പിന്നെ അടുത്ത ടെക്സ്റ്റിൻ്റെ പകുതിയുണ്ട് റിവൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ റിവൈസ് ചെയ്യണമെങ്കിൽ സമയം വേണ്ടേ? ഇത് അതും ഇല്ലായിരുന്നു. ഫസ്റ്റ് ചാപ്റ്ററൊക്കെ
പിന്നെയും ടെസ്റ്റ് പേപ്പറൊക്കെ ഇട്ടുകൊണ്ട് അറിയാം, പക്ഷെ അത് റിവൈസ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. ലാസ്റ്റത്തെ 2 ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരുന്ന ആ സമയം പോയി, അതിൽ നിന്നാണെങ്കിൽ ചോദിച്ചതുമില്ല. പിന്നെ വന്നിട്ട് കുറേ ഇതാണ് എന്തോന്ന് ഫോർമുലാസ് വെച്ചിട്ട് ചെയ്യാനുള്ള കുറേ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. അത് കുറേയല്ല, അത്യാവശ്യം അത്രയും ഉണ്ടായിരുന്നു. പിന്നെ കുറേ തിയറിയും ഉണ്ടായിരുന്നു. കുറേയല്ല, ന്യൂമറിക്സിനെക്കാട്ടിലും എന്തായാലും കുറവായിട്ട് തിയറിയാണ് വന്നിട്ടുള്ളത്. തിയറി വന്നിട്ട് കുറച്ച് ലോ ആൻഡ് പ്രിൻസിപ്പിൾസിൻ്റെ സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ ലോ ആൻഡ് പ്രിൻസിപ്പിൾ ഞാൻ മറന്നുപോയി, അതുകൊണ്ട് എനിക്കത് എഴുതാൻ പറ്റിയില്ല. 60 മാർക്സിന് ഇങ്ങനെയൊക്കെ ചോദിക്കാം എന്ന് ഞാൻ അറിയുന്നത് ഇപ്പോഴാണ്. ഇത് എനിക്ക് പൊതുവേ ഇത്തിരി ടഫായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെയാണ് നമ്മുടെ കെമിസ്ട്രി എക്സാമിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. അത് ടഫായിരുന്നു, സമയം കിട്ടി. അത് എഴുതാൻ പറ്റാത്തതുകൊണ്ടും എഴുതാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടും സമയം കിട്ടി. 2 മണിക്കൂറെന്നല്ലേ, 2 മണിക്കൂറിൽ 1 മണിക്കൂർ 1 മണിക്കൂർ പോലും എഴുതേണ്ടി വന്നില്ല എനിക്ക്, കാരണം അത്രയൊക്കെ എനിക്ക് അറിയുള്ളായിരുന്നു. പിന്നെ ഈ പനി, ജലദോഷം അതൊക്കെ കാരണം തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ 2 ചാപ്റ്ററെങ്കിലും ഇരുന്ന് വെച്ച് പഠിച്ചത്. പക്ഷെ അതിൽ നിന്നൊരു ക്വസ്റ്റ്യനും വന്നില്ല. ടോട്ടലി പറഞ്ഞ അതാണിപ്പോൾ എൻ്റെ അവസ്ഥ. സോ അതാണിപ്പോൾ എൻ്റെ കെമിസ്ട്രിയുടെ അവസ്ഥ. ഇനി ഫിസിക്സ്, മാത്സ്, ബയോളജി ഒക്കെ ഇനി വരാതിരിക്കുന്നതേ ഉള്ളൂ. ഫസ്റ്റത്തെ 2 ലാംഗ്വേജ് ആയതുകൊണ്ട് നമ്മുടെ സയൻസിലോട്ട് കയറിയില്ല. ഇനി കെമിസ്ട്രി തൊട്ടാണ് നമ്മുടെ സയൻസിലോട്ട് കയറുന്നത്. കയറുന്ന കണിയായിട്ടുള്ള കെമിസ്ട്രി തന്നെ ഇങ്ങനെ ആയപ്പോൾ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. ഇനി ഫിസിക്സും മാത്സും ബയോളജി അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ക്രിസ്മസിന് വന്നിട്ടല്ലേ നമുക്ക് ആദ്യം മനസ്സിലായത്. അത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രിസ്മസിന് ഒരു ഒഫീഷ്യലായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടാൽ മാത്രമേ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വരുമെന്ന് പറയാൻ പറ്റൂ. അല്ലാതെ നമ്മളെല്ലാവരും പറയുന്നത് കേൾക്കത്തേ ഉള്ളൂ, പാടായിട്ടേ ക്വസ്റ്റ്യൻ വരത്തുള്ളൂ, നമ്മൾ വിചാരിക്കുന്ന സൈഡിൽ നല്ല ക്വസ്റ്റ്യൻ വരുന്നത് എന്നൊക്കെ. നമുക്കത് എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലായാൽ മാത്രമല്ലേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം വന്ന ക്വസ്റ്റ്യൻ എന്തായാലും ഒരു കിടുക്കാച്ചി ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പോയി നോക്കിയിട്ട് അതിലെ മെയിൻ പാർട്ട് മാത്രം നോക്കിയിട്ട് പോണ ഒരു കുട്ടിക്ക് ഇത് എഴുതാൻ പറ്റില്ല. ഞാൻ അങ്ങനത്തെ കുട്ടി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ചിന്തിച്ച്, 30 അതിൻ്റെ ആൻസർ. കുറച്ച് ചിന്തിക്കുന്നവർക്ക് എഴുതാം. ഒറ്റയടിക്ക് പെട്ടെന്ന് എഴുതി പോണവർക്ക് പെട്ടെന്ന് തെറ്റിപ്പോവാവുന്ന ക്വസ്റ്റ്യനും കൂടെയാണത്. അതുകൊണ്ടാണ് അത് 1 മാർക്കിന് ചോദിച്ചേക്കുന്നത്. പെട്ടെന്ന് തെറ്റിയാൽ ആ ഒരു മാർക്ക് അവിടെ പോവും. തിയറി ഒന്നുമില്ല. 1 മാർക്കാണെങ്കിൽ ആ 1 മാർക്ക് പോവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ക്വസ്റ്റ്യൻ ഇട്ടാൽ. പെട്ടെന്ന് എഴുതി പോണവർക്ക് എളുപ്പത്തിൽ തെറ്റാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ 1 മാർക്കിന് അവരിട്ടേക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വല്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 12ാമത്തെ ക്വസ്റ്റ്യനൊക്കെ എന്താന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. മെയിൻ പാർട്ടൊക്കെ നോക്കിയിട്ട് പോയതാണ് പ്രശ്നം. പിന്നെ ഞാൻ ഏതൊക്കെ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് എഴുതി, സെക്കൻഡ് പാർട്ട് എഴുതിയില്ല, സെക്കൻഡ് പാർട്ട് എഴുതി, ഫസ്റ്റ് പാർട്ട് എഴുതി, തേർഡ് പാർട്ട് എഴുതി, അങ്ങനെയൊക്കെ എഴുതി വെച്ചു. ഈ വല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോഴേ ഞാൻ ഞെട്ടി. പിന്നെ ആ ഞെട്ടൽ അവസാനം വരെയും പോയില്ലായിരുന്നു. ഇന്നലെ ഞാൻ വീഡിയോ ഇടാത്ത കാര്യം എന്ന് വെച്ചാൽ, ഇന്നലെ എനിക്ക് വയ്യാത്തത് മാത്രമല്ല റീസൺ എന്ന് പറയുന്നത്. എനിക്ക് ആ ഞെട്ടൽ ഇന്നലെ മാറിയിട്ടില്ലായിരുന്നു. ആ ഞെട്ടൽ തന്നെയായിരുന്നു ഞാൻ ഇന്നലത്തെ ദിവസം മൊത്തം. അപ്പോൾ ഇന്ന് വന്നിട്ട് ആ ഞെട്ടലും കൊണ്ടിരുന്ന അടുത്തതിനും ഞെട്ടേണ്ടി വരും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ ഞെട്ടലൊക്കെ മാറ്റി വെച്ചിട്ട് ഇരുന്ന് അടുത്ത സബ്ജക്റ്റ് പഠിക്കാമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു കെമിസ്ട്രിയുടെ റിവ്യൂവും കൂടെ ഇടാമെന്ന്. കാര്യം എനിക്കിഷ്ടപ്പെട്ടില്ല ക്വസ്റ്റ്യൻ പേപ്പർ. എൻ്റെ ഇഷ്ടത്തിന് ആരും ഇടില്ലല്ലോ. പൊതുവേ ഇത്ര ഇതായിട്ടൊന്നും എനിക്ക് കെമിസ്ട്രി തോന്നിയില്ല. സോ ഇത്രയൊക്കെ ഉള്ളൂ കെമിസ്ട്രിയെ പറ്റി പറയാനാണെങ്കിൽ. മാക്സിമം പഠിക്കാം, എഴുതാൻ പറ്റണമെങ്കിൽ അത്ര എഴുതാം. പിന്നെ വന്നിട്ട് അത്രയൊക്കെയല്ലേ ഇനി പറ്റുള്ളൂ. ഇനി 5-6 ദിവസമുണ്ട്. നിങ്ങൾക്കും ഇങ്ങനെയാണോ തോന്നിയത് എന്ന് കമൻറ്റിൽ പറയുക. സോ അടുത്ത എക്സാമിന് പഠിക്കാം. അടുത്ത എക്സാമിന് നല്ല മാർക്ക് കിട്ടട്ടെ, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പബ്ലിക് എക്സാമിന് നല്ലോണം പഠിച്ച് നല്ല മാർക്ക് വാങ്ങണം. സോ ടാറ്റ ഗൈസ്.